തരാന്ന് പറയുമ്പോ അല്ല എനിക്കെവിടെ വിശ്വാസം പോവാൻ തരാന്നേ അതിനല്ല നിൽക്കണേ. അപ്പൊ നിങ്ങൾക്ക് ഇത് വാങ്ങാനുള്ള പാത്രം റെഡി ആവണ്ടേ അല്ലെ? എന്തുകൊണ്ട് ലോട്ടറി കിട്ടിയിട്ട് ലോട്ടറി അടിച്ചവര് വീണ്ടും 2 മുതൽ 5 കൊല്ലം കൊണ്ട് പഴയതിനേക്കാളും മോശ രൂപത്തിലാവും. കാരണം ഈ പൈസ കിട്ടുമ്പോ അത് എടുത്തു വെക്കാനുള്ള പാത്രം ഉണ്ടാവില്ല. പാത്രം മീൻസ് അതിനുള്ള അവർക്ക് മൈൻഡ് സെറ്റ് ഉണ്ടാവാതെ അത് പോകരുത്. കാശ് കിട്ടിയുള്ള കാര്യമൊന്നുമില്ല. അപ്പൊ എന്ത് ചെയ്യണം? നിങ്ങൾക്ക് അതിനുള്ള പാത്രം തയ്യാറാക്കി തരാന്നുള്ളത് ഇന്നത്തെ എന്റെ ലക്ഷ്യം. ഓക്കെ, തന്നേക്കട്ടെ, പറഞ്ഞേക്കട്ടെ, കേൾക്കുവോ? ഇവിടെ ഉണ്ടോ? ഒരു കാര്യം, ഞാൻ പലരോട് ചോദ്യങ്ങൾ ചോദിക്കും, ഉത്തരം കറക്റ്റ് പറയണം. വേറെ ഒന്നിനു വേണ്ടിയിട്ട് നിങ്ങൾ ഉണ്ടോന്ന് അറിയാനാണ്. കേട്ട് പഠിച്ചാൽ നിങ്ങളുടെ ഭാഗ്യം, പഠിച്ചില്ലെങ്കിൽ നിങ്ങളുടെ ഭാഗ്യം. കാരണം കേട്ട് പഠിച്ചാൽ 2 കോടി കിട്ടും, കേട്ട് പഠിച്ചില്ലെങ്കിൽ ഇന്നത്തെ പോലെ ജീവിക്കാം. ഏത് വേണം? ഏത് വേണം? എന്തായാലും നിങ്ങളുടെ ഭാഗ്യം. ഒന്ന് ഇന്നത്തിനേക്കാളും നന്നായിട്ട് ജീവിക്കാൻ, മറ്റേതോ ഇന്ന് ജീവിക്കണം അതേപോലെ തന്നെ ജീവിക്കും. ഏത് വേണം? ഒരു ബെറ്റർ ലൈഫ് വേണ്ടേ? മനസ്സിലായി. ഞങ്ങൾ മുസ്ലിങ്ങൾ പറയും ളുഹറും കഴിഞ്ഞു മഗ്‌രിബും കഴിഞ്ഞു ഇശായിലേക്ക് അടുത്തോണ്ടിരിക്കുക. അതായത് ഈ ഇല്ല കഴിഞ്ഞ് ഇശാ എന്ന് വെച്ചാൽ ലാസ്റ്റ് പ്രയറാ ഞങ്ങളുടെ. ഇതേപോലെ വത്സലേച്ചി 50 കഴിഞ്ഞു, ഇനി ആര് തരുമെന്ന് വിചാരിച്ചിട്ടുണ്ടാവും. മര്യാദക്ക് ശ്രദ്ധിച്ച് കേട്ടാൽ 2 കോടി തരാം. ഓക്കെ, യെസ്. വേറെ ഒന്നും ഇങ്ങോട്ട് തരണ്ട, അങ്ങോട്ട് തരാം. ഓക്കെ, അപ്പൊ നമ്മള് അതിൽ പഠിച്ചെടുക്കേണ്ട സിസ്റ്റമാണ് 4 സിസ്റ്റം. സിസ്റ്റം 1, സിസ്റ്റം 2, സിസ്റ്റം 3, സിസ്റ്റം 4. ഉറങ്ങിയാൽ ഞാൻ വിളിച്ചു പറയുന്നതാണ്, അതുകൊണ്ട് ഉറങ്ങരുത്. അതുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് വന്നേക്കണം. ഓക്കെ, കൂളിംഗ് ഗ്ലാസ് വെച്ചാൽ ഉറങ്ങുന്നത് കാണില്ലാതെ വിചാരിക്കില്ല. ഓക്കെ, യെസ്. ഇതില് സിസ്റ്റം 1, ഈ സിസ്റ്റം 1 പറയുന്നത് 6 കാര്യങ്ങളാണ്. 1 ഐഡിയൽ അവതാർ, 2 ലീഡ് സോഴ്സ്, 3 കോണ്ടന്റ്, ലീഡ് ക്യാപ്ചർ പ്രോസസ്, ലീഡ് ട്രാക്കിംഗ് ആൻഡ് ഫോളോ പ്രോട്ടോകോൾ. ഇത് തൽക്കാലം കണ്ടാൽ മതി, തൽക്കാലം മനസ്സിലാക്കണം എന്നില്ല. ഇതിൽ 6 കാര്യങ്ങളുണ്ട്. ഇത് 1 by 1 പഠിക്കണുണ്ടോ? പഠിക്കാനോ പറ്റൂല. ജസ്റ്റ് നിങ്ങളൊന്ന് വിശ്വസിപ്പിക്കാനായിട്ട് ഇതെങ്ങനെയാണെന്ന് പറഞ്ഞുതരാം. ഓക്കെ, അപ്പൊ ആദ്യം ഈ ലീഡ് 1 6 കാര്യങ്ങൾ പഠിക്കേണ്ടതുണ്ട്. ലീഡ് 2 6, ലീഡ് 3 മീൻസ് സിസ്റ്റം 3 6, സിസ്റ്റം 4 6. ഇത് പഠിച്ചെടുത്താൽ ഇറ്റ്സ് വെരി സിമ്പിൾ. ഓക്കെ, അപ്പൊ ലീഡ് 1 സിസ്റ്റം 1 ലീഡ് ജനറേഷൻ. അപ്പൊ അതില് ആദ്യം ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ നമുക്ക് പാർക്കാൻ ചന്ദനത്തോപ്പുകൾ എന്ന റിസോർട്ട് കണ്ടല്ലോ, കണ്ടോ? യെസ് സാറേ, അതിന്റെ വില എത്രയായിരുന്നു? ആ റിസോർട്ടിന്റെ വില, റിസോർട്ട് കണ്ടില്ല നേരത്തെ, അതിന്റെ വില എത്രയായിരുന്നു? ഒരാൾക്ക് ഒറ്റയ്ക്ക് വാങ്ങാൻ 1,25,00,000 രൂപ. ഓക്കെ ആണല്ലോ. ഇത് ഒരെണ്ണം നിങ്ങൾ പൈസയുള്ള ഒരാൾക്ക് വിറ്റാൽ, പരിചയപ്പെടുത്തിയാൽ നിങ്ങൾക്ക് 10 ലക്ഷം രൂപ കിട്ടും. ഒരെണ്ണം വിറ്റാൽ 10 ലക്ഷം രൂപ എങ്കിൽ 2 കോടി രൂപ ലഭിക്കാനായിട്ട് എത്ര വിൽക്കണം? ഒരെണ്ണം വിറ്റാൽ 10 ലക്ഷം, 2 കോടി കിട്ടാൻ 20 എണ്ണം വിറ്റാൽ മതി. അപ്പൊ 2 കോടി കിട്ടാൻ എളുപ്പമാർഗം എന്താ? 20 എണ്ണം വിറ്റാൽ മതി. പക്ഷേ നിങ്ങൾക്ക് 20 എണ്ണം വിൽക്കാൻ അറിയോ വത്സലേച്ചി? അറിയൂല. അങ്ങനെ അത് പഠിപ്പിച്ച് തരാം. പക്ഷെ അതിനു മുമ്പ് ഇതിന് നമ്മൾ ഉപയോഗിക്കുന്ന മെത്തേഡ് വിൽക്കാൻ അറിയാത്തത് കൊണ്ട് ഇതിനെ 3,905 1 ലക്ഷം രൂപയുടെ പാർട്ണർഷിപ്പ് എടുത്താലും മതി. ക്ലിയർ ആയല്ലോ? മറ്റേത് 1.25 കോടി രൂപ വെച്ച് 20 ആളെ കണ്ടുപിടിക്കാൻ കുറച്ച് റിസ്ക്കാണ്. അപ്പൊ അതിനേക്കാൾ സിമ്പിൾ ആയിട്ട് എന്ത് ചെയ്യാം? 1 ലക്ഷം രൂപയുടെ 3,905 പേരെ കണ്ടുപിടിച്ചാലും പ്രശ്നം തീർന്നു. കണ്ടുപിടിക്കാം. ഇതാ മറ്റേത് എളുപ്പം. അതായത് 1.25 കോടി മുടക്കാനുള്ള 20 ആളെ കണ്ടുപിടിക്കുന്നതാണോ 3,905 പേര് 1 ലക്ഷം മുടക്കാൻ കണ്ടുപിടിക്കുന്നത്? നല്ലത് ഏതാണ്? ഇതാണ് നല്ലത്. ശരി, ഞാൻ പറയുന്നത് ഇതും നിങ്ങളെ കൊണ്ട് പറ്റില്ല, വേണ്ട, ഇതും ചെയ്യാം. ശരിക്കും ഇതാ വേണ്ടത്. പക്ഷെ അതിനു വേണ്ടി കമ്പനി കൊണ്ടുവന്നൊരു സിസ്റ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് കണ്ടോ എന്താണുള്ളത്? പാസ്. എന്താ സംഭവം? ഇത് നമ്മുടെ റിസോർട്ടിൽ താമസിക്കാനുള്ള പാസ്സാണ്. ഇതിന് 20,000 രൂപയാണ് വില. ഓക്കെ, ഈ പാസ് അടുത്ത ജനുവരി 1, 2027 മുതൽ 2028 ഡിസംബർ വരെ ഏതെങ്കിലും ഒരു ദിവസം റിസോർട്ടിൽ താമസിക്കാനുള്ള പാസ്സാണ്. ഇത് നിങ്ങൾ ഈ മാസം 20-ാം തീയതിക്കുള്ളിൽ 5 എണ്ണം വിൽക്കണം. ഇത് മാത്രമേ നിങ്ങളുടെ പണിയുള്ളൂ. പക്ഷേ ഇത് വിൽക്കാൻ വേണ്ടി കൊണ്ടു ചെല്ലുമ്പോൾ അവരെന്ത് പറയും?
അടുത്ത കൊല്ലം താമസിക്കാനുള്ളതല്ല, എന്തിനാ ഇപ്പം എടുക്കണേ? പിന്നെ 20,000 രൂപയ്ക്ക് ഇത് വാങ്ങാൻ എന്ത്? അങ്ങനെ പലതും പറഞ്ഞ് എന്ത് ചെയ്യും ഇവര്? നമ്മളോട് നോ പറയും. അപ്പം നമ്മൾ അവർ പറയുന്ന ഇനി ആരെങ്കിലും എടുക്കാന്ന് പറഞ്ഞതിന് എന്ത് പറയും? ഞാൻ ജനുവരി പോകുമ്പോൾ എടുത്തോളം, ഇപ്പം എനിക്കിത് വേണ്ട എന്ന് എല്ലാവരും പറയും. ശരിയാണോ? ആണോ? ആണെങ്കിൽ ആണെന്ന് പറയും. യെസ് അല്ലേ? അപ്പൊ അവര് അങ്ങനെ പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഇത് ഇന്ന് വാങ്ങിയാൽ, ഓക്കെ, ഇപ്പോൾ വാങ്ങിയാൽ 20,490 രൂപയുടെ ഒരു വെൽനസ് കിറ്റ് ഫ്രീ ആയിട്ട് തരാന്ന് പറയുന്നു. തരാന്ന് പറയില്ല, കൊടുക്കുന്നു. ഓക്കെ, അപ്പൊ എന്ത് കിട്ടി കസ്റ്റമർക്ക്? അല്ലേ? 20,000 രൂപയുടെ പാസ് ഫ്രീ. ഓക്കെ ആണല്ലോ? അപ്പൊ ഇത് വിറ്റാലും മതി, അത് വിറ്റാലും മതി. ഇനി അതല്ല 10 രൂപ ഓരോന്ന് വിറ്റാലും മതി. ഓക്കെ, ഇത് മാർക്കറ്റിൽ 35,000 രൂപ റേറ്റുള്ള സാധനമാണ്. ഇത് 20,490 രൂപ കൊടുത്താലും മതി. ക്ലിയർ ആണല്ലോ? ക്ലിയർ? യെസ്. ഇത് 5 എണ്ണം വിൽക്കേണ്ട റേറ്റ് എന്ന ഡേറ്റ് എന്നാ 20-ാം തീയതി. ഓക്കെ, ഇനി അത് വാങ്ങുന്നവർക്ക് മറ്റൊരു കാര്യം കൂടിയിട്ടുണ്ട്. ഈ മാസം വയനാട്ടിൽ നടക്കാൻ വേണ്ടി പോകുന്ന നമ്മുടെ റിസോർട്ടിന്റെ ഉദ്ഘാടനത്തിന് ഇവർക്ക് പോകാനുള്ള ഒരു ഫ്രീ ട്രിപ്പ് കൂടെ അവര് നമ്മളിൽ കൊടുക്കണം. ഏതിന്റെ കൂടെ? ഈ 20,000 രൂപയുടെ കൂടെ എന്തുണ്ട്? ഒരു ഫ്രീ ട്രിപ്പ് കൂടെ കൊടുക്കുന്നു. അപ്പൊ അവര് നമ്മളെ വണ്ടി കയറുന്നു, വയനാട് വരുന്നു, അവിടെ വന്ന് റിസോർട്ട് കാണുന്നു, അവിടെ നേരത്തെ കണ്ട പോലത്തെ പ്രോഗ്രാമിൽ അറ്റൻഡ് ചെയ്യുന്നു, ഡിന്നർ കഴിക്കുന്നു, സെലിബ്രേറ്റ് ചെയ്യുന്നു, തിരിച്ചു പോരുന്നു. അപ്പൊ എന്ത് കിട്ടി? 20,000 രൂപയ്ക്ക് അല്ലേ ഒരു സംഭവം കൂടെ കിട്ടി, ഒരു യാത്രയും കൂടെ അവർക്ക് ഫ്രീ ആയിട്ട് കിട്ടി. അതിന് പുറമെ ജസ്പേഡിന്റെ പ്രീമിയം കമ്മ്യൂണിറ്റിയിൽ ഒരു ആക്സസ് കൂടെ തരാണ്. അതായത് ഇവിടെ എല്ലാ ദിവസവും രാവിലെ നടക്കുന്ന സൂം മീറ്റിംഗിലേക്ക് ഫ്രീ ആയിട്ട് എൻ്റർ ചെയ്യാം. അതോടൊപ്പം തന്നെ എറണാകുളത്ത് ഇതേപോലെ നടക്കുന്ന പ്രോഗ്രാമിലേക്ക് എൻ്റർ ചെയ്യാം. ഇതിലൊക്കെ ഫ്രീ ആക്സസ് കൂടെ തരാണ്. ഓക്കെ, ഇന്ന് മറ്റൊരു ഓഫർ കൂടെ പറയാൻ വേണ്ടി പോകുന്നുണ്ട്. ക്രൗൺ പ്ലാസയിൽ ഈ വരുന്ന ഡേറ്റ് പറയും. 2 ദിവസം അവിടെ നമുക്ക് പഠിക്കാനുള്ള, താമസിച്ച് പഠിക്കാനുള്ള ഒരു ഫ്രീ ടിക്കറ്റ് കൂടെ തരും. അത് എന്താണെന്നുള്ള പറഞ്ഞാൽ ഇതിലും ഇൻക്ലൂഡിങ് അല്ല. അപ്പൊ നമ്മൾ ഓൾറെഡി 60,000 രൂപയുടെ വരുന്ന സാധനങ്ങൾ എത്ര രൂപയ്ക്ക് കൊടുക്കണം? 20,000 രൂപയ്ക്ക്. ഇത് 5 എണ്ണമാണ് നിങ്ങൾ ഈ 20-ാം തീയതിക്കുള്ളിൽ ചെയ്യേണ്ടത്. ഓക്കെ, ഇത് പറ്റുമോ ഇല്ലയോ? 2 കോടി നേടാനായിട്ട് നിങ്ങൾ ആകെ ചെയ്യേണ്ട പണി ഇത് മാത്രം, വേറെ ഒന്നും ചെയ്യരുത്. 2, ഈ വിൽക്കുന്ന ആളുകൾ ഇത് പ്രവർത്തിക്കാൻ പാടില്ല. എങ്ങനെ? ഇത് വാങ്ങുന്ന ആളുകൾ, ഇപ്പോ നിശ വത്സലേജിക്ക് ഒരു പാസ് കൊടുത്തു, വത്സലേജിക്ക് താമസിക്കാം, പക്ഷെ ഇതിൽ പോയിട്ട് വീണ്ടും വിൽക്കാനോ മറ്റുള്ളവർ വത്സലേജിക്ക് അധികാരമില്ല. ഓക്കെ ആണല്ലോ? ഓൺലി കസ്റ്റമർ. ശരി, നിശയ്ക്ക് മാത്രം 2 കോടി കിട്ടി, ചേച്ചിക്ക് കിട്ടില്ല. ഓക്കെ ആണല്ലോ? അപ്പൊ പറഞ്ഞത് ഇത് MLM-ഓ നെറ്റ്വർക്കോ അല്ല, ഇത് വർക്ക് ചെയ്യരുത്. ഓൺലി ഇപ്പൊ ലുലു പോയിട്ട് അരി മേടിച്ചു എന്ന് വെച്ച് ലുലുന്ന് അരി മേടിച്ച് വിൽക്കാൻ പറ്റുമോ? ഇല്ല, അരി മേടിച്ചു പോലെ, അത്രേ ഉള്ളൂ. ഓക്കെ, ക്ലിയർ ആയല്ലോ? അതായത് ഇത് മണി ചെയ്യണം, മറ്റുള്ളതെല്ലാം ബോധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് വീണ്ടും ഞാൻ എടുത്ത് പറഞ്ഞത്. ഇത് 6 ആവണമെന്നില്ല, പക്ഷേ 5-ൽ കുറഞ്ഞാലും കുഴപ്പമില്ല, കുറഞ്ഞാൽ 2 കോടി കിട്ടില്ല, ചിലപ്പോൾ അത് 50 ചെറിയ എമൗണ്ടുകളായിട്ട് മാറും. ഓക്കെ, അപ്പൊ ഇവിടെ അതിന് പുറമെ അത് പറ്റിയ മറ്റൊരു പാക്കേജാണ് കാർ സീറ്റിൽ വിരിക്കുന്ന ഒരു സീറ്റ് പാഡ് ഉണ്ട്. ഇത് മാഗ്നറ്റ് ആണ്. എത്ര യാത്ര ചെയ്താലും അതിൽ നമുക്ക് ഒരു തരത്തിൽ ബുദ്ധിമുട്ടുണ്ടാവില്ല. ഈ സീറ്റ് പാഡ് 4 എണ്ണത്തിന്റെ പാക്കേജ് വരുന്നത് 26,000 രൂപയാണ്. ഇത് വിറ്റാലും മതി, ഇതിന്റെ കൂടെ പാസ് ഫ്രീ. ഓക്കെ, ഇതിന് 26,000 രൂപ, മറ്റേന് 20,000 രൂപ, ഏതായാലും കുഴപ്പമില്ല. അപ്പൊ കമ്പനിക്ക് ഇവിടെ ഇപ്പൊ നിങ്ങൾ കാണുന്നുണ്ടാവും ഒരു വാല്യൂ ലാഡർ ഉണ്ട്. ഈ കാണുന്നതിന് ഏതെങ്കിലും 5 എണ്ണം 20-ാം തീയതിക്കുള്ളിൽ നിങ്ങളുടെ ഇന്ന് വിളിച്ച സീനിയർ ആരാണോ അവരുടെ സഹായത്തോടു കൂടി വിൽക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. ഇതേ മാത്രമേ ഇവിടുത്തെ പണിയുള്ളൂ, ഇത് മാത്രമേ ചെയ്താൽ മതി, വേറൊന്നും ചെയ്യരുത്. എന്ന് വെച്ചാൽ പണിയില്ല എന്നല്ല, പണി തരാം. ആ പണിക്ക് പ്രത്യേകിച്ച് റോളൊന്നുമില്ല എന്നുള്ളത്. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഇന്ന് ഇവിടെ വന്നു, ഇവിടെ ഇരിക്കുന്നുണ്ട്, വല്ല റിസ്ക് ഉണ്ടോ നിങ്ങൾക്ക്? ഇല്ല. നേരത്തെ ഭക്ഷണം കഴിച്ച വല്ല റിസ്ക് ഉണ്ടോ? ഇല്ല. ഇത് കുറച്ച് അല്ലേ, നമുക്ക് എന്തില്ല, ഇതിലൊന്നും നമുക്ക് പ്രത്യേകിച്ച് ടെൻഷനോ റിസ്കോ ഇല്ല. ആകെ പണി എന്തേ ഉള്ളൂ, ഈ ഒരു 5 സെയിൽ ചെയ്യാനുള്ള ഒരൊറ്റ കാര്യമേ ഉള്ളൂ. ഓക്കെ, അപ്പൊ ഇവിടെ
എന്ത് ചെയ്യണം? മെയ് 20-ാം തീയതിക്കുള്ളിൽ ചെയ്യണ പണി എന്താ? ഇതേപോലെ 5 അക്കോമഡേഷൻ പാസുകൾ വിൽക്കുക. അപ്പൊ പാസിന്റെ കൂടെ 26,000 ആണെങ്കിൽ സീറ്റ് പാഡ്, 20,000 ആണെങ്കിൽ വെൽനസ് കിറ്റ്, ബാക്കിയുള്ള 2 അതിന്റെ കൂടെ ഉണ്ടാവും. ഓക്കെ. എങ്കിൽ എന്റെ ചോദ്യം, ഇത് നടത്തിയെടുത്താൽ നിങ്ങൾക്ക് ലഭിക്കുന്ന ആദ്യത്തെ ഒരു എമൗണ്ട് ആണ് 20,000 രൂപ. ഓക്കെ. എങ്കിൽ എനിക്കിപ്പോ ഇവിടെ കാണേണ്ടത്, ഇത് കഴിഞ്ഞ 1-ാം തീയതി അനൗൺസ് ചെയ്തത്. ഇത്രയും ദിവസങ്ങൾ കൊണ്ട് എത്ര പേര് 5 സെയിൽ ചെയ്തു എന്നുള്ളതാണ് ചോദ്യം. മനസ്സിലായോ? ഇത്രയും ദിവസങ്ങൾ കൊണ്ട് 5 സെയിൽ ചെയ്തവരാരൊക്കെയുണ്ട്? ഒന്ന് എഴുന്നേറ്റ് 5 സെയിൽ ചെയ്തവർ. ഇത് പറ്റുമെന്ന് അറിയണ്ടേ? യെസ് 5 സെയിൽ ചെയ്തവർ.